എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഭാനുമതിയമ്മ ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ കല്യാണിയോട് അത്രമാത്രം ദുഷ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലമാണോ തനിക്കിപ്പോ ദൈവം തന്നിരിക്കുന്നത്? ഒരു പക്ഷേങ്കില് ഇവിടെ വന്നിരിക്കുന്ന ആ സ്ത്രീ പറഞ്ഞ പോണക്ക് ഒരു വീടാണെങ്കിൽ ഒരു പെൺകുട്ടിയെങ്കിലും വേണം. കാരണം വയസ്സായി കഴിയുമ്പോൾ തങ്ങളെ നോക്കാനായിട്ട് ആൺമക്കളെ ഇറക്കി വിട്ടാൽ പോലും ഒരുപക്ഷെ പെൺമക്കൾക്ക് അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. നോക്കും, അവർ നോക്കാതിരിക്കില്ല. ആ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടികൾ മതി, പെൺമക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഷ്ടകാലോ അല്ലെങ്കിൽ ശകനോ അന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് കല്യാണിനെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, അതൊന്നും വേണ്ടായിരുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ആ സ്ത്രീ ചോദിച്ചു, ഭാനുമതിയമ്മയോട് ചോദിച്ചു, അല്ല എന്താ ഭാനുമതി ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയണം. ഇന്നത്തെ കാലത്ത് വൃത്തരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെയൊക്കെ ഞങ്ങളെപ്പോലെ ഇങ്ങനെ നടതള്ളുക പതിവ്. അതുപോലെ എന്തെങ്കിലും അനുഭവമാണോ നീക്കുള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഭാനുമതിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്താ മറുപടി പറയണ്ടേ? തന്റെ മകന്റെയും കൊച്ചുമന്റെയും അഹങ്കാരം കാരണമാണ് താനിവിടെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവരിവിടുന്ന് തന്നെ തല്ലി ഓടിക്കത്തുള്ളൂ മനസ്സിലായി. ഒരു കാലത്ത് താൻ വലിയ ആള് കളിച്ച് ജീവിച്ചോണ്ടിരുന്ന അന്നാം സോണിനെയൊക്കെ താൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. കല്യാണിയല്ല, തനിക്ക് നല്ല സുഖജീവിതമായിരുന്നു കിട്ടിയിരുന്നേ. പക്ഷെ അന്നൊക്കെ താൻ അഹങ്കരിച്ച് നടന്നു. അതിനുള്ള കൂലി ഇപ്പൊ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം തന്റെ കയ്യിലിരിപ്പുണ്ടാന്ന് ഒറ്റ രാത്രി കൊണ്ട് ഭാനുമതിയമ്മയ്ക്ക് മനസ്സിലായി. തന്റെ മകനും കൊച്ചുമകനും എല്ലാം പറയുന്ന കേട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളി. ഒന്നും വേണ്ടിയിരുന്നില്ല. ആ കല്യാണോടൊപ്പം മര്യാദയ്ക്ക് നിൽക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ദീപനെ താൻ നോക്കുമായിരുന്നെങ്കിൽ ഇന്നീ ഗതി തനിക്കുണ്ടാകത്തില്ലായിരുന്നു. എത്ര കാര്യമായിട്ടാ നോക്കിയിരുന്നേ. താനൊക്കെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് കല്യാണി വീണ്ടും തന്നെ കാണാനായിട്ട് വന്നിരുന്നു. പക്ഷെ അന്നും താൻ അഹങ്കാരം കാണിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടിയെന്നൊക്കെ ഓർത്തപ്പോ അറിയാതെ ഭാനുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. ഈ സമയം പ്രകാശ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പ്രകാശിന് പൈസ കൊടുക്കാനില്ല. അവസാനം പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പൈസ ഇല്ലാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, താൻ ഈ കടയിൽ സപ്ലയർ ആയിട്ട് നിന്നോളാൻ പറയാണ്. പ്രകാശൻ ആ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം വേറെ നിവൃത്തിയില്ല. കിടന്നുറങ്ങാനും ഒരു വഴിയില്ല. ഒരു നേരത്തെ അന്തി ഉറങ്ങണമെങ്കിൽ എവിടെ പോയി കിടന്നുറങ്ങും? കടത്തിണ്ണെ പോയി കിടന്നുറങ്ങാൻ നോക്കുക. എന്നാലും രാത്രിയായി കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ പ്രകാശനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം കിരണും കല്യാണിയും കൂടെ ആ വഴിക്ക് വരുന്നുണ്ട്. അപ്പം പ്രകാശൻ തട്ടുകടയിലുള്ള ആ കടയിലേക്കാണ് കിരണും കല്യാണിയും കൂടെ വരുന്നത്. അങ്ങനെ അവരവിടെ വന്ന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രകാശൻ ചെല്ലുന്നത്. പ്രകാശൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം മറ്റാർക്കും വേണ്ടിയിട്ടല്ല, കിരണും കല്യാണിക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രകാശന് നിവൃത്തിയില്ല. പിന്നീട് പ്രകാശൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ കഴിക്കാൻ ദോശയുണ്ട്, ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയണം. ആ ദോശയൊക്കെ എടുക്കാൻ പറയണം. അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, പുതിയ ജോലി കയറിയല്ലോ എന്ന് പറയാണ്. അല്ല, പുതിയ ജോലി കയറി, പക്ഷെ കൂടെയുള്ള അവരെന്ത് ചെയ്യുന്ന അറിയത്തില്ലോ, ഇവരുടെ അമ്മേനെ എന്ത് ചെയ്യുന്ന അറിയത്തില്ലോ. എവിടെയെങ്കിലും കൊണ്ട് നടതള്ളിയാന്ന് ആര് കണ്ടു? പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒന്നും സ്വഭാവം ഉണ്ടെന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാം. അല്ല, മകനെ കണ്ടില്ലോ, രാജകുമാരനെ പോലെ വളർത്തുകയെന്ന് പറഞ്ഞ മകന് ഇപ്പം മകനൊന്നും ഇല്ലേ പോലും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുവാണ്. ദോശ ചമ്മന്തി കേട്ട് പ്രകാശനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിവൃത്തിയില്ല, കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് പ്രകാശൻ അങ്ങോട്ട് കൊണ്ടേ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഈ സമയത്ത് കിരൺ പറഞ്ഞു, എന്താ കല്യാണി നിന്റെ മുഖത്തൊരു തെളിച്ചുമില്ലാത്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പ്രകാശൻ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ടാ, നീ അവളോടായിട്ട് പറയണ്ട, എനിക്ക് മനസ്സിലായി എന്നോടാന്ന്. എടാ, നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നിരിക്കും. പക്ഷേങ്കില് എനിക്കൊരു കാലം ഉണ്ടാവൂടാ, ഒരു നല്ല കാലം, നീയൊക്കെ കണ്ടോളം പറയാണ്. നല്ല കാലോ? ഇപ്പൊ നല്ല കാലമാണല്ലോ വന്നിരിക്കുന്നേ. അധ്വാനിച്ച് ഇങ്ങനെ ജീവിക്കുക, അപ്പൊ അത് ഏറ്റവും വലിയ നല്ല കാലം അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞ്, സന്തോഷിക്കേണ്ടീ, എനിക്കറിയാം നീ ഇവരും കൂടെ കൂടിയിട്ടാണ് നീ ചതിയൊക്കെ ചെയ്തേ. ഒരിക്കലും ഈ ചതിയും പൊറുക്കാൻ പോകുന്നില്ല. അധികം വൈകാതെ തന്നെ എനിക്കൊരു നല്ല കാലം ഉണ്ടാകുന്ന പറയാ. ആയിക്കോട്ടെ, സമ്മതിച്ചു. ചിലർക്കൊക്കെ 1 കിട്ടിയാൽ പഠിക്കും, 2 കിട്ടിയാൽ പഠിക്കും. ഇത് 9 കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരല്ലേ നിങ്ങള്. എന്റെ അമ്മയോട് ചെയ്ത ക്രൂരത, അതോടൊപ്പം തന്നെ ലക്ഷ്മി അമ്മയോട് ചെയ്ത ക്രൂരത, അതൊന്നും ഒരിക്കലും ദൈവം പോലും പൊറുക്കില്ലാത്ത കാര്യങ്ങളാ. കാർത്തികേശന്റെ ചെറുപ്പത്തിലെ കൊണ്ടുപോയി ഓടെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചല്ലേ നിങ്ങള്. അപ്പൊ അതിനുള്ള ശിക്ഷ ദൈവം നിനക്ക് തരാതിരിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, നീ ഒന്നും കൂടുതൽ അഹങ്കരിക്കണ്ടേ, നിന്റെയൊക്കെ അഹങ്കാരത്തിന് മോനെ അധികം വൈകാതെ ഒടിഞ്ഞോളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ആയിക്കോട്ടെ, സമ്മതിച്ചെന്നിരിക്കുന്നു. കിരൺ പറഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ? എന്തോ വലിയ കമ്പനിയിലെ മുതലാളിയാന്നോ MD ആന്നോ
വേറെ കമ്പനികൾ സ്വന്തമാക്കുന്നോ? എന്താ കല്യാണി, നമ്മുടെ കമ്പനി വരെ സ്വന്തമാക്കുന്ന ചിലരൊക്കെ വീമ്പുറത്താൻ പറഞ്ഞായിരുന്നല്ലോ. കല്യാണി പറഞ്ഞു, അതൊക്കെ പറച്ചില്ലല്ലേ ഉള്ളൂ, പ്രാക്ടിക്കലായിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണ് കിരണേട്ടാന്ന് ചോദിക്കുക. പിന്നീട് പ്രകാശൻ അവിടെ ഇട്ട് നാണം കെടുത്തുന്നുണ്ട്. പ്രകാശൻ അവസാനം നാണം കെട്ടി തൊലിയിൽ അങ്ങോട്ട് പോവാണ്. ഈ സമയം കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് പിറ്റേ ദിവസമാണ് ആ വൃദ്ധസ്ഥാനത്തിലേക്ക് അവിടുത്തെ മാഡം വരുന്ന ദിവസം. അങ്ങനെ എല്ലാരും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുവാണ് ആ മാഡത്തിനെ കാണാനായിട്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാലോ ഇനി ഭാനുമതി അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ. അവരിവരെ നിർത്താൻ പറഞ്ഞാൽ മാത്രം മാനേജ്മെന്റിനെ നിർത്താൻ പറ്റുള്ളൂ. കാരണം ആ വൃദ്ധസ്ഥാനത്തിന് വേണ്ടുന്ന പണവും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നതെല്ലാം ആ മാഡം വേണം. അങ്ങനെ കാത്തിരുന്ന് ആ മാഡം എത്തുവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, കല്യാണിയായിരുന്നു. ഈ സമയം പ്രകാശനും കൂടെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു ആ മാഡത്തെ കാണാനായിട്ട്. കാരണം അവരോട് സഹായം ചോദിക്കണം, തന്റെ അമ്മേനെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന്. ഇനിയിപ്പോൾ എതിര് പറയുവാണെങ്കിൽ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മീറ്റിങ്ങിന്റെ സമയത്ത് പ്രകാശൻ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കല്യാണിന്റെ വരവ്. കല്യാണിയെ കണ്ട് ഒരു നിമിഷം പ്രകാശനും ഭാനുമതിയമ്മയും ഞെട്ടിപ്പോയി. പ്രകാശന് സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളാന്നുള്ള സത്യം ഇത് കണ്ടതും പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ഭാനുമതിയമ്മയോട് പറഞ്ഞു, അമ്മേ ഇവളാണോ എന്ന് ചോദിക്കുകയാണ്. എടാ പ്രകാശ, അതിനെന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുകയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കണ്ട, എഴുന്നേക്കാൻ പറയണേ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയണം. ഞാൻ എഴുന്നേറ്റ് വരില്ല എന്ന് പറയണം. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പുറത്ത് നിൽക്കാം, അമ്മയും കൂടെ എഴുന്നേറ്റ് വരാൻ പറയണം എന്നും പറഞ്ഞ് പ്രകാശം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ഭാനുമതിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു വന്നു. താൻ ഇവളെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോഴാണ്ട് ഇവളാണ് ഇത് നടത്തിക്കൊണ്ട് വരുന്ന ഈ വൃത്തസാനം. ഇത്ര ആൾക്കാർക്ക് ഇവളാണ് ഫുഡ് കൊടുക്കണേ. സ്വന്തം മാതാപിതാക്കളെ എല്ലാരും കൊണ്ട് ഉപേക്ഷിച്ച് കളയുന്ന കാലത്ത് ഇവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഒരുപക്ഷെ ഇവളുടെ അമ്മൂമ്മയാണല്ലോ, ഒരു യോഗ്യതയും തനിക്കില്ല. താനിവളെ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. അറിയാതെ കണ്ണു നിറഞ്ഞു പോവാണ് ഭാനുമതിയമ്മയുടെ. അപ്പോഴേക്കും അടുത്ത് അവർ ചോദിച്ചു, എന്താ എന്ത് പറ്റിനിക്ക്? ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് കല്യാണി സ്വീകരണമൊക്കെ കൊടുക്കുകയാണ് അവിടെ. അപ്പം വന്നു കഴിയുമ്പോഴത്തേനും ഒരു പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കല്യാണിക്ക് സ്വീകരണം കൊടുത്ത് കല്യാണി അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കാണ് ഓരോരുത്തരോടും. അപ്പോഴാണ് ഭാനുമതിമ്മേനെ കണ്ടത്. ഒരു നിമിഷം കല്യാണി ഒന്ന് നോക്കി, അതെ അവര് തന്നെയാണ്. പിന്നീട് ഭാനുമതിമ്മയ്ക്ക് മനസ്സിലായി കല്യാണി തന്നെ കണ്ടെന്ന്. ഭാനുമതിമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെല്ലുവാണ്. ചെന്നിട്ട് കല്യാണിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, മാപ്പ് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. പക്ഷെ അവസാനം ഞാൻ ഇവിടെ എത്തിപ്പെട്ടു. ഞാൻ ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ കല്യാണിക്കും ഭയങ്കര വിഷമമായിപ്പോയി. കല്യാണിയും ചേർത്ത് പിടിക്കുകയാണ്. കല്യാണിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കല്യാണി പറഞ്ഞു, അതെ മാപ്പർഹിക്കാതെ തെറ്റാ ഞാൻ മോളോട് ചെയ്തേ. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. വേണ്ട, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, ഇവിടെ താമസിക്കാൻ വേണ്ടിയാ വന്നേ. പക്ഷേങ്കിൽ മോളുടെ അവതാരി സ്വീകരിക്കാനായിട്ടുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ അത്ര ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ബാക്കിയുള്ളവരെല്ലാം ഒരു അന്താളിപ്പോട് കൂടി നോക്കുവാണ്. ഇവരും തമ്മിലുള്ള ബന്ധം എന്താന്ന് പോലും അവർക്കൊരു നിമിഷം മനസ്സിലായില്ല. പിന്നീട് ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പ്രകാശൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രകാശൻ ഭാനുമതിയമ്മ പറഞ്ഞു, വാ നമുക്ക് പോവാന്ന് പറയണേ. എങ്ങോട്ട്? ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് തന്നെ അല്ലെങ്കിൽ തന്നെ നാണം കിട്ടി വരുവാ. ഇന്നലെ അവർക്ക് വൈകുന്നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. ആർക്ക്? ആ കിരണും കല്യാണിക്കുവേ. എന്ത് ചെയ്യാനെന്ന് പറ, ഞാൻ ആ തട്ടുകട കയറി കഴിഞ്ഞപ്പം വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവർക്ക് കൊണ്ട് ഫുഡ് കൊടുക്കേണ്ട വന്നു പറയാം. അതിനിപ്പോ എന്താണ് കുഴപ്പം? അതിനൊരു കുഴപ്പമില്ലേ? അവർക്ക് വെച്ചു കൊടുക്കേണ്ട ഗതികേട് എനിക്കുണ്ടായില്ലേന്ന് ചോദിക്കാം. എടാ, അതിനിപ്പം നിനക്ക് ഇത്ര നാണക്കേടായോ? അതിന് നാണക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണിയോട് അത്രമാത്രം ദ്രോഹം ചെയ്തിട്ടില്ല നമ്മള്. അതിനുള്ള പ്രായച്ചിത്തം എന്ന് കൂട്ടിയാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഓഹോ, ഇപ്പൊ അമ്മ അവളുടെ സൈഡ് നിൽക്കാം. സൈഡ് നിന്നല്ല, ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാം. ഇനി അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമില്ല, അവളെ വെറുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവള് നമ്മളെയല്ലേ വെറുക്കണ്ടേന്ന് ചോദിക്കാം. പ്രകാശം പറഞ്ഞു, അമ്മ വരുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിക്കാം. ഞാൻ എങ്ങോട്ട് വരാനായിട്ട്? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നു. അവളുടെ കാലെ പിടിച്ച് ഇവിടെ നിൽക്കേണ്ട ഗതിയോടൊന്നും അമ്മയ്ക്കില്ലാന്ന് പറയാം. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, നീ എന്ത് വർത്താനാ പറയുന്നതെന്ന് ചോദിക്കാണ്. അവളുടെ കാലെ കൈ പിടിച്ച് നിൽക്കേണ്ടെന്നോ? നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എവിടെയാലും കയറി കിടക്കേണ്ട ഇടമുണ്ടോ? തല ചായ്ക്കുവാനായിട്ട് ഇടമുണ്ടോ? ഒരു നേരത്തെ ഫുഡ് തരാണ്ട് ഇപ്പം നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. ഇത്രയും കാലം നിനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചു. പറ്റില്ലാന്ന് പറയണം. ഓഹോ, ഞാൻ കാണിച്ചടാ, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ഞാൻ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും കല്യാണിയും ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഭാനുമതിയമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. ഭാനുമതി പറഞ്ഞു, പ്രകാശ വിടാൻ പറയണം. ഞാൻ വിടത്തില്ല, വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. ഭാനുമതിയമ്മ കൈ ബലമായിട്ട് അങ്ങോട്ട് വിടുവിച്ചു. പ്രകാശനെ കർണം തീർത്ത് അങ്ങോട്ട് പൊട്ടിക്കുവാണ്. ഇത്രയും കാലം ഞാൻ ഒന്നും തന്നിട്ടില്ല. അന്ന് ഞാനത് തരുവായിരുന്നേ നീ നേരത്തെ തന്നെ നന്നായി പോയനും. എടാ, ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചില്ലല്ലേ? ഇനിയെങ്കിലും നീ പഠിക്കാൻ നോക്ക്.
നിന്റെ മോളടാ അവള്. ഇനിയെങ്കിലും നീ കണ്ണു തുറന്ന് നോക്ക്. ഇത്രയും കാലം ചെയ്ത ദുഷ്ടത്തോടിന് പോരാഞ്ഞിട്ട് വീണ്ടും നീ എന്നെ കൊണ്ട് കുഴിയിലേക്ക് ചാടിക്കാനാണോ? എനിക്ക് പറ്റില്ല നിന്നോടൊപ്പം വരാനായിട്ട്. നീ പോവാണെ പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഞാനില്ലാന്ന് പറയണം. ഒരു നിമിഷം പ്രകാശൻ ഞെട്ടിത്തെരിച്ചു പോവാണ്. പ്രകാശൻ പ്രതീക്ഷിച്ചില്ല ഈ കാര്യങ്ങളൊന്നും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇത്രമാത്രം അപമാനിക്കും തന്നെ അമ്മേന്ന്. ഇന്നലെ വരെ താൻ പറയുന്നതൊക്കെ കേട്ട് വേദവാക്യം പറഞ്ഞിരുന്ന ആളാണ് ഒരു നിമിഷം ആകപ്പാടെ കീഴ്മേ പറഞ്ഞത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.